ഇന്നത്തെ ടോപ്പിക്ക് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പാത്തോഫിസിയോളജി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് വേറൊരു ക്ലാസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലേറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ ടൈപ്പ് 1 ഡയബറ്റീസ്, ശരിക്കും എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ശരീരത്തിലെ ടൈപ്പ് 1 ഡയബറ്റീസ് ഓൾസോ കോൾഡ് ജുവനൈൽ ഡയബറ്റീസ്. ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏർലി ഏജസിലെ തന്നെ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുകയും ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. കാരണം അവർ സിംറ്റമാറ്റിക് ആവുന്നു. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗനാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നറിയാം. പാൻക്രിയാസിലെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ്, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന പാൻക്രിയാസിലെ സെൽസ് ആണ് എന്താണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്ന 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഹ്യൂജ് ഫംഗ്ഷൻ ആണുള്ളത്. ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായതുപോലെ തന്നെ പാൻക്രിയാസിന്റെ ജോലിയാണ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസ്. ഈ ടൈപ്പ് 1 ഡയബറ്റീസുകളിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ്, അതായത് ടി സെൽസ് എന്ന് പറയുന്ന ആ ഇമ്മ്യൂൺ സെൽസ് അവരുടെ തന്നെ ശരീരത്തിലെ പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിനെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഇവഞ്ച്വലി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവസാനം അവർക്ക് അവരുടെ ശരീരത്തിൽ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഇല്ലാണ്ടാവുന്ന അവസ്ഥ വരുന്നു. ഈ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഉണ്ടെങ്കിലാണ് എന്ത് നടക്കുകയുള്ളൂ, ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസുകളിൽ അവരുടെ തന്നെ ഇമ്മ്യൂൺ ബോഡീസായ ഇമ്മ്യൂൺ സെൽസായ ടി സെൽസ് ഈ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസിനെ നശിപ്പിക്കുകയും അങ്ങനെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഇല്ല, പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ഉണ്ടെങ്കിലാണ് എന്ത് നടക്കുകയുള്ളൂ, ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് നശിച്ചു കഴിയുമ്പോഴാണ് ഇവർ ശരിക്കും സിംറ്റമാറ്റിക് ആയി തുടങ്ങത്തുള്ളൂ. അതുവരെ അവർക്ക് ഒരു സിംറ്റംസും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാണ്ട് ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ പെട്ടെന്ന് സിംറ്റമാറ്റിക് ആവുകയും അങ്ങനെ ആ സമയത്തായിരിക്കും ഡയഗ്നോസ് ചെയ്യണത്. അപ്പോൾ ഇവർക്ക് എന്തേ ഉള്ള ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തേക്ക് ഇവർക്ക് ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല, അതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഉണ്ടാവുന്നത്. അപ്പം ഇവര് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസുകാരാണ്. ഇവർക്ക് ലൈഫ് ലോങ് എന്തെടുക്കേണ്ടി വരും, ഇൻസുലിൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇനി ഇതെങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ ആദ്യം ഒന്ന് അറിയണം. ഇൻസുലിൻ എന്താ ചെയ്യണേ, നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. എന്താണ്, മസിൽ സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂ, ഇത് മസിൽ സെൽസ്, ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ. ഇവിടെ എന്തുണ്ട്, നമുക്ക് ഗ്ലൂക്കോസ്. ഓക്കെ, ഇത് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ പാൻക്രിയാസ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസ് നമ്മുടെ സർക്കുലേഷനിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ഈ നോർമലി അത് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പാൻക്രിയാസ് എന്ത് ചെയ്യും, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിനാണ് എന്ത് ചെയ്യണത്, ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഈ സെൽസിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്പോർട്ടർ ആണ്. ഈ ഇൻസുലിൻ ഇവിടെയുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ചാനൽസ് ഓപ്പൺ ആവണം. എന്ത് ചാനൽസ്, ഗ്ലൂക്കോസിന് സെൽസിനുള്ളിലേക്ക് എത്താനുള്ള ചാനൽസ് ഓപ്പൺ ആവുകയും അതിന്റെ ഫലമായിട്ടാണ് ഈ ഗ്ലൂക്കോസിന് ഈ സെൽസിനുള്ളിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പം ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്ലൂക്കോസിന് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനുള്ളിലേക്ക് എത്താൻ പറ്റുകയും എനർജി പ്രൊഡക്ഷൻ നടക്കുകയും പറ്റുള്ളൂ. എനർജി പ്രൊഡക്ഷൻ എന്ത് വേണം, ഗ്ലൂക്കോസ് സെൽസിനുള്ളിൽ ചെല്ലണം. ആ ഗ്ലൂക്കോസ് സെൽസിനുള്ളിൽ ചെല്ലുന്നതിന്റെ ഫലമായിട്ടാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിനാര് വേണം, ഇൻസുലിൻ വേണം. ഈ ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ സെൽസിനുള്ളിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ശരീരത്തിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഇല്ല, അതുകൊണ്ട് അവർ ഇൻസുലിനെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെൽസിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പൊ ബേസിക്കലി ഇവരെ സംബന്ധിച്ച് എന്താണ് ചെയ്യണേ, സെൽസ് ഈ ഗ്ലൂക്കോസ് ഇല്ലാണ്ട് സ്റ്റാർവ് ചെയ്യണ സ്റ്റേജിലാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ സെൽസ്, അപ്പൊ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് എന്ത് ചെയ്യണം, സെൽസ് സ്റ്റാർവേഷൻ മോഡിലേക്ക് പോയി. അവർക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് സെൽസിനുള്ളിൽ എത്തുന്നില്ല. എന്തിനു വേണ്ടിയിട്ടുള്ള, എനർജി പ്രൊഡക്ഷൻ നടക്കാനായിട്ടുള്ള. നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ സെൽസ് ഒക്കെ ഗ്ലൂക്കോസ് വളരെ അത്യാവശ്യമുള്ള സെൽസ് ആണ്. ബ്രെയിൻ സെൽസിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ
ഗ്ലൂക്കോസ് ചെല്ലണം. ഗ്ലൂക്കോസ് ചെന്നെങ്കിലാണ് അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഈ എല്ലാ സെൽസും ഇവിടെ സ്റ്റാർവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ഗ്ലൂക്കോസ് ചെല്ലാണ്ട് എനർജി പ്രൊഡക്ഷൻ നടക്കാത്ത അവസ്ഥയിലാണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് റെസ്പോൺസസ് ഒക്കെ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. എന്താണ് സ്ട്രെസ് റെസ്പോൺസ്? സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ഏതൊക്കെ ഹോർമോൺസ് ആണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നറിയാവോ? നമ്മുടെ ശരീരത്തിലെ അഡ്രീനൽ ഹോർമോൺസ് ആയ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, ഇതൊക്കെ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഹോർമോൺസ് ആണ് ഈ കോർട്ടിസോളും എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഈ ഹോർമോൺസ് എന്താ ബേസിക്കലി ചെയ്യണമെന്ന് അറിയാവോ? ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ കാരണമാകും. എന്തുകൊണ്ട്? അവർ ചിന്തിക്കണ എന്താ? നമ്മുടെ സെൽസ് സ്റ്റാർവ് ചെയ്യുകയാണ്. സെൽസിന്റെ സ്റ്റാർവേഷൻ മോഡ്. സെൽസിന് കൂടുതൽ ഗ്ലൂക്കോസിനെ കൊടുക്കണം. അത് അവരറിയുന്നില്ല. ഇത് ഇൻസുലിന്റെ പ്രൊഡക്ഷനിന്റെ കുറവ് കൊണ്ടാണെന്ന് അറിയുന്നില്ല. അവർക്ക് എന്താ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? അവർ ചിന്തിക്കുന്നത് സെൽസ് സ്റ്റാർവ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ഗ്ലൂക്കോസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെയൊക്കെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ഗ്ലൂക്കോസിനെ സെൽസിൽ എത്തിക്കാനും അതിന്റെ ഫലമായിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കാനായിട്ടും. പക്ഷെ അതല്ല ഇവിടുത്തെ കുഴപ്പം. ഇൻസുലിൻ ഇല്ലാത്തതാണ് ഇവിടെ കുഴപ്പം ആയത്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവർ ഉടനെ തന്നെ ഈ എപ്പിനെഫ്രിനും കോർട്ടിസോളൊക്കെ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഹോർമോൺസ് ആണ്. ഇവരെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ കാരണം ഉണ്ടാകുന്ന പ്രോസസ്സുകളാണിത്. ഗ്ലൈക്കോജീനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോ നിയോജെനസിസ്. ഈ രണ്ട് പ്രോസസ്സും ലീഡ്സ് ടു ഇൻക്രീസ് ദി ബ്ലഡ് ഗ്ലൂക്കോസ്. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു. ഓക്കെ, അതിന്റെ ഫലമായിട്ട് നോർമലി നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുതലായിരുന്നു. എന്തുകൊണ്ട്? ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂക്കോസിന് സെൽസിൽ എത്താൻ പറ്റുന്നുണ്ടായില്ല. ആ അവസ്ഥയിൽ ഓൾറെഡി നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടുന്നു. പ്ലസ് ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനം വഴിയായിട്ട് വീണ്ടും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഒന്നുകൂടെ കൂടണു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈലി കൂടാൻ തുടങ്ങുകയും പേഷ്യന്റ് എന്ത് സ്റ്റേജിലേക്ക് പോകുന്നു? ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേറ്റിലേക്ക് പോകും. ഇവിടെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒത്തിരി ഗ്ലൂക്കോസ് ബ്ലഡിലെ കൂടുന്നതിന്റെ ഫലമായിട്ട് ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേജിലേക്ക് ഈ പേഷ്യന്റ് പോകുന്നു. ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേജിലേക്ക് പോകുന്നു. ഇവിടെയാണ് ടൈപ്പ് 1 ഡയബറ്റീസിൽ ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് ഒട്ടും ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ല, അല്ലെങ്കിൽ വളരെ മിനിമൽ ഇൻസുലിൻ പ്രൊഡക്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് എല്ലാം ഇവിടെ നടന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചെടുത്തെന്നെല്ലാം സ്ട്രെസ് ഹോർമോൺസ് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്ത് ബ്ലഡിലേക്ക് കൊടുത്തു. ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് വെച്ച ഗ്ലൂക്കോസ് ആയിരുന്നു. കാരണം ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂക്കോസ് സെൽസിൽ എത്തുന്നുണ്ടായില്ല. ഇനി നമുക്ക് എന്താ സംഭവിക്കണേ നോക്കാം. അപ്പൊ എന്താണ് സംഭവിക്കണേ? സെൽസിന് ഒട്ടും എനർജി പ്രൊഡക്ഷൻ നടക്കാത്ത സ്റ്റേജിലേക്ക് വരുന്നു. സെൽസിന്റെ സ്റ്റാർവേഷൻ മോഡിലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കുന്നു പറയട്ടെ? ബ്രെയിൻ സെൽസ് ഒക്കെ സ്റ്റാർവ് ചെയ്യും. നമ്മുടെ ഹോൾ ബോഡിയിലെ സിസ്റ്റംസ് വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരുമ്പം ബോഡി തന്നെ എന്ത് ചെയ്യും? അവര് ഓൾട്ടർനേറ്റീവ് വേയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഓൾട്ടർനേറ്റീവ്, അതായത് ഗ്ലൂക്കോസിന്റെ സഹായം ഇല്ലാണ്ട് ഏതെങ്കിലും മാർഗത്തിൽ അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു, ഞാൻ പറഞ്ഞു ശരീരം ഓൾട്ടർനേറ്റീവ് വേയിൽ എനർജി പ്രൊഡക്ഷനിലേക്ക് തിരിയുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അഡിപ്പോസ് ടിഷ്യൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ഇല്ല, നടക്കുന്നില്ല. അപ്പൊ അവരെന്ത് സംഭവിക്കും? ഫാറ്റ് ബ്രേക്ക് ഡൗണും പ്രോട്ടീൻ ബ്രേക്ക് ഡൗണും നടത്തിയിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കാനായിട്ട് ശ്രമിക്കും. ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫാറ്റി ആസിഡ്സ്, ഫ്രീ ഫാറ്റി ആസിഡ്സ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്ത് നടക്കുമ്പം? ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പം ഫ്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സ് നേരെ എങ്ങോട്ടാ ചെല്ലണേന്ന് അറിയാവോ? ലിവറിൽ എത്തുകയും ലിവറിൽ വെച്ചിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് എന്തായിട്ട് മാറും? കീറ്റോൺസ് ആയിട്ട് മാറും. ഈ കീറ്റോൺസിനെയാണ് നമ്മുടെ ശരീരം വന്നിട്ട് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഗ്ലൂക്കോസിന് പകരം എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഗ്ലൂക്കോസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കീറ്റോൺസിനെയും എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യും ബ്രെയിൻ സെൽസ് ഒക്കെ. അപ്പം ഗ്ലൂക്കോസ് ഇല്ലാത്തത് കൊണ്ട് കീറ്റോൺസിനെ അങ്ങനെ ഉപയോഗപ്പെടുത്തും. ഈ കീറ്റോൺസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കീറ്റോൺസ് എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള സംഭവമാണ്. അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കീറ്റോൺസ് എന്ന് പറയുന്നത്. ഈ അസിഡിക് ആയിട്ടുള്ള കീറ്റോൺസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. സെൽസ് അതിനെ എനർജി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹൈലി അസിഡിക് ആയിട്ടുള്ള കീറ്റോൺസ് ബ്ലഡിലേക്ക് വരണതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ ബ്ലഡിനെ അസിഡിക് ആക്കി മാറ്റുന്നു. ഓക്കെ, ബ്ലഡ് pH കുറഞ്ഞു പോകുന്നു. നമുക്കറിയാം pH കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് കൂടുതൽ അസിഡിക് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലെ? ബ്ലഡ് pH കുറയുന്നതിനനുസരിച്ച് കൂടുതൽ അസിഡിക് സ്റ്റേറ്റിലേക്ക് ബ്ലഡ് പോകുന്നു. കീറ്റോൺസ് കൊണ്ട് ബ്ലഡിന്റെ pH അങ്ങനെ കുറയുന്നു. ഞാൻ പറഞ്ഞു ബ്ലഡിലെ
എന്താ പറയുക, ആസിഡിന്റെ അളവ് കൂടാൻ തുടങ്ങി, ബ്ലഡ് pH കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ഉണ്ടാകുന്നതെന്ന്. നമ്മുടെ ശരീരം ഓൾട്ടർനേറ്റ് മാർഗത്തിലൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ഫാറ്റ് ബ്രേക്ക് ഡൗണും പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുന്നു. അതിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടന്നുണ്ടാകുന്ന ഫ്രീ ഫാറ്റി ആസിഡ്സ് ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന കീറ്റോൺസ് ആണ് ബ്ലഡിനെ എന്താക്കി മാറ്റുന്നത്, അസിഡിക് ആക്കി മാറ്റുകയും അങ്ങനെയാണ് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിന് ഉണ്ടാവുന്നത്. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഈ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് വഴിയായിട്ട് ഉണ്ടാവണേന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ഒക്കെയുള്ള പേഷ്യൻസ് മോസ്റ്റ്ലി അവരിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ പ്രസന്റേഷൻ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. ഇതൊക്കെയായിരിക്കും അവരിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. നമുക്കത് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ ഇതെങ്ങനെയാണ് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് തന്നെ പോകാം. പോളിയൂറിയ, ഞാൻ പറഞ്ഞു ഈ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ ഒരുപാട് കൂടാൻ തുടങ്ങും ഇല്ലേ. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കുന്നത്, ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കൂടാൻ തുടങ്ങും. ഗ്ലൂക്കോസിന്റെ അളവ് എപ്പോൾ ബ്ലഡിൽ കൂടുന്നോ അതിനനുസരിച്ച് ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കൂടാൻ തുടങ്ങും. ഇങ്ങനെ ഹൈലി ഓസ്മോട്ടിക് ഇതുകൂട്ടുള്ള അല്ലെങ്കിൽ ഓസ്മോളാലിറ്റി ഉള്ള ഈ ബ്ലഡാണ് എവിടെ നമ്മുടെ കിഡ്നിയിൽ എത്തിച്ചേരുന്നത് അല്ലേ. കിഡ്നിയിൽ എത്തിച്ചേരുകയും കിഡ്നി അതിനെ എന്താ ചെയ്യണേ, നോർമലി കിഡ്നി എന്താ ചെയ്യണേന്ന് അറിയാവോ, കിഡ്നി ഈ ഗ്ലൂക്കോസിനെ റീഅബ്സോർബ് ചെയ്യുക ചെയ്യേണ്ടത്. ഗ്ലൂക്കോസിനെ മൊത്തം റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കൊടുക്കുക ചെയ്യണം. അത് കിഡ്നിയിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നില്ല. ഗ്ലൂക്കോസ് നോർമലി, അതായത് ഡയബറ്റീസ് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത നമ്മളെ സാധാരണ ഒരാളിലാണെങ്കിൽ കിഡ്നി അതിന് എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കൊടുക്കും. യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നില്ല. പക്ഷേ ഈ അവസ്ഥയിൽ നോക്കിക്കോ, ഇവരുടെ ശരീരത്തിൽ അവരുടെ ബ്ലഡിൽ മൊത്തം ഗ്ലൂക്കോസ് ആണ്, ഹൈ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. മീൻസ് ഒത്തിരി ഗ്ലൂക്കോസ് ഉണ്ട് അവരുടെ ബ്ലഡിൽ. അപ്പൊ എന്ത് സംഭവിക്കും, ഇത്രയും ഹൈ ഗ്ലൂക്കോസ് ഉള്ള ഈ ബ്ലഡാണ് അവരുടെ കിഡ്നിയിൽ എത്തിച്ചേരുന്നത്. കിഡ്നിക്ക് അതിന് ഒരുപാട് റീഅബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ഫിൽട്ടർ ചെയ്ത് റീഅബ്സോർബ് ചെയ്യാൻ പറ്റുമോ, ഒരു പരിധി കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് ചെയ്യാം. കാരണം വന്നെത്തുന്ന ബ്ലഡിൽ മൊത്തം ഗ്ലൂക്കോസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഗ്ലൂക്കോസ് യൂറിനിലൂടെ ലീക്ക് ചെയ്ത് പോകാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ഓസ്മോട്ടിക് ഡയൂറസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്. കാരണം എന്താണ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഓസ്മോളാലിറ്റി കൂടിയ കണ്ടന്റ് ആണ്. ഈ ഗ്ലൂക്കോസ് എവിടെ പോകുന്നോ, ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഓസ്മോളാലിറ്റി, ഇത് പോകുമ്പോൾ വെള്ളത്തെയും വലിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഓക്കെ, ഇൻക്രീസ്ഡ് ഓസ്മോളാലിറ്റി ഉള്ളത് കൊണ്ട് അത് പോകുന്ന വഴിക്ക് വെള്ളത്തെയും വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഈ പേഷ്യന്റ് എന്തുണ്ടാവുന്നത്, പോളിയൂറിയ കാണുന്നത്. ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് യൂറിനേഷൻ കാണും. ഇവർ ഭയങ്കരമായിട്ടും യൂറിനേഷൻ ചെയ്യുന്നത് കൊണ്ട്, ഓസ്മോട്ടിക് ഡയൂറസിസ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ പ്രസന്റേഷൻ മെയിൻലി ഇവർക്കുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്നറിയാം, ഇവർ ഹൈലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും പേഷ്യന്റ്. ഹൈപ്പോവൊളീമിയൊക്കെ ആയിരിക്കും, ഹൈപ്പോവൊളീമിക് ഷോക്കിലേക്കൊക്കെ പോകും. ഓക്കെ, അതുകൊണ്ടാണ് സിവിയർ ഫോം ഓഫ് ഡീഹൈഡ്രേഷനിലായിരിക്കും ഡ്യൂ ടു ഇൻക്രീസ്ഡ് പോളിയൂറിയ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലമാണ് നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്, ഓസ്മോട്ടിക് ഡയൂറസിസ് വഴിയായിട്ട്. അപ്പോൾ പോളിയൂറിയ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഗ്ലൈക്കോസ്യൂറിയ കാണും. ഇവരുടെ യൂറിനിൽ എന്തുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് ആണ് ഇവർ യൂറിനിലൂടെ കടന്നു പോവുകയും അതിന്റെ ഫലമായിട്ടാണ് വെള്ളത്തെയും വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇവരുടെ യൂറിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് ഇവർക്ക് കീറ്റോണിയൂറിയ കാണും. കാരണം എന്തുകൊണ്ടാണ്, ഇവരുടെ ബ്ലഡിൽ ഒരുപാട് കീറ്റോൺസും ഉണ്ട്. ഇവരുടെ ബ്ലഡ് ഹൈലി അസിഡിക് ആണ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് കീറ്റോൺസ് ഇൻ ദയർ ബ്ലഡ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ കീറ്റോൺസും ഈ ഗ്ലൂക്കോസും ഒക്കെയുള്ള ബ്ലഡാണ് ഇവരുടെ കിഡ്നിയിൽ എത്തിച്ചേരുന്നത്. ഇതിന് കിഡ്നിക്ക് ഒരു പരിധി കൂടുതൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റീഅബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഇത് കിഡ്നിയിലൂടെ ലീക്ക് ചെയ്തിറങ്ങാൻ തുടങ്ങും. അപ്പൊ ഇവരുടെ യൂറിനിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോസ് കാണാൻ പറ്റണ പോലെ തന്നെ കീറ്റോൺസും കാണാൻ പറ്റും. ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് സ്റ്റേജിൽ അവരുടെ യൂറിനിൽ നിങ്ങൾക്ക് കീറ്റോൺസും കാണാൻ പറ്റും. അടുത്തത് പോളിഡിപ്സിയ. എന്തുകൊണ്ടാണ് പോളിഡിപ്സിയ ഇവരുണ്ടാവുന്നത്, ഇവർ ഡീഹൈഡ്രേഷൻ ഫേസിലാണ്. കാരണം എന്തുകൊണ്ട്, ഇൻക്രീസ്ഡ് പോളിയൂറിയ ആണ് ഇവർക്ക്. ഓസ്മോട്ടിക് ഡയൂറസിസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, അവർക്ക് സെൻസേഷൻ ഓഫ് തേഴ്സ്റ്റ് ഉണ്ടാവുന്ന, അവർ കൂടുതൽ വെള്ളം കുടിക്കും. പക്ഷെ ആ കുടിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ യൂറിനിലൂടെ കിഡ്നിയിലൂടെ യൂറിനായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെട്ട് കളയുകയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോളിഫേജിയ. നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ഗ്ലൂക്കോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും സെൽസ് ആർ ഇൻ എ ഫോം ഓഫ് സ്റ്റാർവേഷൻ. സെൽസ് സ്റ്റിൽ സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ സെൽസ് എന്താ പറയാ, വേറെ മോഡില് എനർജി പ്രൊഡക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരീരം തന്നെ
കാണിക്കുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് എന്ത് പോളിഫേജിയ. സ്റ്റാർവേഷൻ മോഡിലാണ് നമ്മുടെ ശരീരം. അപ്പൊ നമുക്ക് എക്സസീവ് ഹങ്കർ ഉണ്ടാവുകയും എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും ഈ സ്റ്റേജിൽ. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട്. അത് വീണ്ടും വീണ്ടും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുകയുള്ളൂ. അടുത്തത് കീറ്റോൺ യൂറിയ നമ്മൾ കണ്ടു. അത് എന്തുകൊണ്ടാണ്? നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ. ഇതൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ ക്ലാസിക് സൈൻസ് ആണ് ഈ നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിന്. ഓഫ് കോഴ്സ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ഫാറ്റി ആസിഡ്സും അതോടൊപ്പം തന്നെ ഇൻഫ്ലാമേറ്ററി സൈറ്റോകൈൻസും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഇൻഫ്ലാമേറ്ററി സൈറ്റോകൈൻസ് നമ്മുടെ അബ്ഡോമിനൽ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ കൊണ്ടാണ് അവർക്ക് നോസിയ, വോമിറ്റിങ്ങും അബ്ഡോമിനൽ പെയിനും ഒക്കെ ഉണ്ടാവുന്നത്. അതും ഇതിന്റെ ക്ലാസിക് സയൻസ് ആയിട്ട് വരും. പിന്നെ വെയിറ്റ് ലോസ്. ഓഫ് കോഴ്സ് സെല്ലുലാർ ബ്രേക്ക് ഡൗൺ, അതായത് ഫാറ്റ്സിന്റെ ഒക്കെ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസുകാരുടെ പ്രസന്റേഷൻ അവർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും കാണിക്കണേ. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസുകാർക്ക് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് കൂടുതലും വെയിറ്റ് ഗെയിൻ ഉള്ള പേഷ്യന്റിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത് തന്നെ. പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ് എപ്പോഴും ഓർത്തേക്ക് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ് കുറച്ച് നാളുകളായിട്ട് അവരിൽ ഇങ്ങനെ വെയിറ്റ് കുറയുന്ന കാണാൻ തുടങ്ങി. അന്നേരമാണ് അവർ ശ്രദ്ധിക്കണം എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയണത്. അപ്പൊ വെയിറ്റ് ലോസ് ഈ ടൈപ്പ് 1 ഡയബറ്റീസുകാരിൽ കാണാൻ സാധിക്കും. ഇനി ഇതെല്ലാം പുറമെ ഞാൻ പറയുകയാണ് DK, കുസുമൽ റെസ്പിറേഷൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുസുമൽ റെസ്പിറേഷൻസിനെ കുറിച്ച്. എന്താണ് കുസുമൽ റെസ്പിറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു DKA സ്റ്റേജിൽ അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് സ്റ്റേജിൽ അവരുടെ ബ്ലഡിന്റെ pH എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങുകയും അപ്പൊ ബ്ലഡിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? ഈ H+ അയോൺസ്, H+ പ്രോട്ടോൺസ് കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ അസിഡോസിസ് എന്ന് പറയുന്നത്. അസിഡോട്ടിക് ഫേസിൽ ഇവരുടെ ശരീരത്തിൽ H+ പ്രോട്ടോൺസ് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസിഡോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ബ്ലഡ് pH കുറയുകയും H+ അയോൺസ് ഇങ്ങനെ ബ്ലഡിൽ കൂടാൻ തുടങ്ങും. ഈ H+ പ്രോട്ടോൺസ് ബ്ലഡിൽ കൂടാൻ തുടങ്ങുന്നു. ബ്ലഡ് അസിഡിക് സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കുന്നത്? അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എടുക്കുന്ന കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് നമ്മൾ കാണുന്ന കുസുമൽ റെസ്പിറേഷൻസ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്ററി മെക്കാനിസം എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്? നമ്മൾ ആ സാഹചര്യത്തിൽ ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് ഫേസിൽ പേഷ്യന്റ് റാപ്പിഡ് ആയിട്ട് ബ്രീത്ത് എടുക്കുന്നു, ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുന്നു. ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ എക്സ്ഹേൽ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെറ്റബോളിക് വേസ്റ്റ് ആണ്. അത് എന്താണ്? ആസിഡ് ആണ്. നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ആസിഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? കീറ്റോൺസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു ബ്ലഡിൽ ആസിഡ് കൂടിക്കൊണ്ടിരിക്കുക. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആസിഡിനെ നമ്മൾ ഒരു സൈഡിൽ കൂടെ എക്സ്ഹേൽ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ബ്ലഡ് pH എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ H+ അയോൺസിനെ അല്ലെങ്കിൽ H+ പ്രോട്ടോൺസിനെ ബ്ലഡിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലങ്സ് എടുക്കുന്ന ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് നമ്മൾ കാണുന്ന ഹൈപ്പർ വെന്റിലേഷൻ. അതിനെയാണ് നമ്മൾ കുസുമൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്, കുസുമൽ റെസ്പിറേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെൽ ബ്രീത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അസറ്റോൺ ബ്രീത്ത് അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെൽ ബ്രീത്ത് എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കീറ്റോൺസ് ബ്ലഡിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് അസറ്റോൺ എന്ന് പറയുന്നത്. ഈ അസറ്റോണിനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അസറ്റോൺ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ അസറ്റോണിന്റെ സ്മെല്ലാണ് ഈ ഫ്രൂട്ടി സ്മെൽ ബ്രീത്ത്. ആ ഫ്രൂട്ടി സ്മെല്ല് നമുക്ക് കിട്ടണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അവർ കുസുമൽ റെസ്പിറേഷൻസ് അല്ലെങ്കിൽ റാപ്പിഡ് ബ്രീത്ത് എടുക്കണേ? അത് ലങ്സിന്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ്. കീറ്റോൺസ് അടിഞ്ഞ് നമ്മുടെ ബ്ലഡിൽ pH കൂടിക്കൊണ്ടിരിക്കുന്നത്, pH കുറയുന്നു അല്ലെങ്കിൽ ബ്ലഡ് അസിഡിക് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ ആസിഡ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആസിഡിന്റെ ഒരു സൈഡിൽ കൂടെ അവര് നമ്മൾ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബ്ലഡിന്റെ അസിഡിറ്റി ഒരു വഴിക്ക് കുറഞ്ഞോളും. അത് ലങ്സിന്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ്. ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ്? നമ്മുടെ ശരീരത്തിൽ അസിഡോസിസും ആൽക്കലോസിസും അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന 2 ഓർഗൻസ് ആണ്. ഒന്ന് കിഡ്നി, ഒന്ന് ലങ്സ്. ഓക്കെ, കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ച് നമുക്കുണ്ടാവുന്ന അസിഡോസിസും ആൽക്കലോസിസിനെ നമ്മൾ മെറ്റാബോളിക് അസിഡോസിസ് അല്ലെങ്കിൽ മെറ്റാബോളിക് ആൽക്കലോസിസ് എന്ന് പറയും. ലങ്സിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന അസിഡോസിസും ആൽക്കലോസിസും റെസ്പിറേറ്ററി അസിഡോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയും. ഇതിൽ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അസിഡോട്ടിക് സ്റ്റേജ് വരുവാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കും എന്നറിയാവോ? നമ്മുടെ ലങ്സ് ശ്രമിക്കും. ലങ്സ് ഒരു രീതിക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആസിഡിനെ പുറത്തു തള്ളാൻ ശ്രമിക്കുകയും അങ്ങനെ അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ലങ്സിന് എന്തെങ്കിലും സംഭവിച്ച് നമ്മളൊരു അസിഡോട്ടിക് സ്റ്റേജിലേക്ക് പോയി എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അതിനെ ആര് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും? അതർ ഓർഗനായ കിഡ്നി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ 2 ഓർഗൻസും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് കുസുമൽ റെസ്പിറേഷൻസ് ഉണ്ടാവുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പൊട്ടാസ്യത്തിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടാസ്യം ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്താം.
പൊട്ടാസ്യത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കണ്ടു നമുക്ക് പൊട്ടാസ്യം കൂടുതൽ എവിടെ കാണുന്നത്? ഇൻട്രാ സെൽസിനുള്ളിലാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് കാണുന്നത്. ബ്ലഡിൽ നമുക്കറിയാം ദൂരമുണ്ട് പൊട്ടാസ്യം നോർമലി എന്ന് പറയുന്നത് 3.5 to 5.1 ആണ് അല്ലേ. ബാക്കി പൊട്ടാസ്യം കൂടുതലും കാണുന്നത് ഇൻട്രാ സെല്ലുകൾ. അത് ഞാൻ സെല്ലാണ് കേട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. ആ സെൽസിൽ നമുക്ക് പൊട്ടാസ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് സ്റ്റേജിൽ അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിന് അവരുടെ അസിഡോട്ടിക് സ്റ്റേജിലേക്ക് പോയി ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് സ്റ്റേജിൽ അവരുടെ ബ്ലഡിൽ എന്തുണ്ടാവും ഞാൻ പറഞ്ഞ ഈ H+ പ്രോട്ടോൺസ് കൂടാൻ തുടങ്ങും. നമ്പർ ഓഫ് H+ പ്രോട്ടോൺസ് ഇവരുടെ ബ്ലഡിൽ കൂടാൻ തുടങ്ങുന്നു ഡ്യൂ ടു കീറ്റോൺസ് അക്യുമുലേഷൻ അല്ലേ. അപ്പൊ എന്താ സംഭവിക്കും? ഒത്തിരി H+ പ്രോട്ടോൺസ് ഇവരുടെ ശരീരത്തിലുണ്ട്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H+ അയോൺസ് ഈ പ്രോട്ടോൺ എക്സ്ചേഞ്ചർ വഴിയായിട്ട് നേരെ സെൽസിനുള്ളിലേക്ക് പോവുകയും അപ്പൊ അവിടെ എന്താ ശരിക്കും വെച്ചാൽ കാറ്റയോൺ എക്സ്ചേഞ്ച് അയൺ എക്സ്ചേഞ്ച് നടക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? H+ അയോൺസ് സെൽസിനുള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് K+ അയോൺസിനെ സെൽസിനുള്ളിൽ നിന്ന് ബ്ലഡിലേക്ക് വരും. അപ്പൊ ബ്ലഡിൽ ബേസിക്കലി എന്താ സെൽസിനുള്ളിൽ നിന്ന് പൊട്ടാസ്യം ബ്ലഡിലേക്ക് ഇൻട്രാവാസ്കുലർ സ്പേസിലേക്ക് ഷിഫ്റ്റിംഗ് ചെയ്യുവാണ്. ഷിഫ്റ്റ് നടക്കുവാണ്. എന്തുകൊണ്ട്? ഈ H+ പ്രോട്ടോൺസ് സെൽസിനുള്ളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. H+ പ്രോട്ടോൺസ് ഇഷ്ടം പോലെ നമ്മുടെ ബ്ലഡിലായി. എന്തുകൊണ്ട്? അസിഡോട്ടിക് സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പൊ H+ പ്രോട്ടോൺസ് സെൽസിനുള്ളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സെൽസിനുള്ളിൽ നിന്ന് K+ അയോൺസ് പൊട്ടാസ്യം ഷിഫ്റ്റ് ചെയ്ത് ബ്ലഡിനുള്ളിലേക്ക് വരും. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് ശരിക്കും ഹൈപ്പർ കലീമിയ ഉണ്ടാവുന്നുണ്ട്. ഹൈപ്പർ കലീമിയ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഈ പൊട്ടാസ്യത്തിന്റെ ഷിഫ്റ്റ് കൊണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഈ പേഷ്യന്റിന് എന്താണ് ശരിക്കും നടക്കുന്നത്? ഓസ്മോട്ടിക് ഡയൂറസിസ് ആണ് നടക്കുന്നത്. ഒരുപാട് ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് പോവുകയാണ്. ഡീഹൈഡ്രേഷൻ സ്റ്റേജ് ആണ് ഈ പേഷ്യന്റിന്. ഒത്തിരി ഫ്ലൂയിഡ്സ് ഇവരുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് യൂറിനറി ഔട്ട്പുട്ട് കൊണ്ട് പൊട്ടാസ്യം ഇവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പൊ ടോട്ടൽ ബോഡി പൊട്ടാസ്യം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോവുക. കാരണം എന്താ? സെൽസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സെൽസിൽ പൊട്ടാസ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? സെൽസിനുള്ളിൽ പൊട്ടാസ്യം ഈ വെസൽസിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷിഫ്റ്റ് ചെയ്ത പൊട്ടാസ്യം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ത്രൂ യൂറിനിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് ഫേസിൽ ഓർത്തേക്കുക, ഈ രോഗികൾക്ക് പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ടോട്ടൽ ബോഡി പൊട്ടാസ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനീഷ്യലി അവർക്ക് ഹൈപ്പർ കലീമിയ ഡെവലപ്പ് ചെയ്താലും ടോട്ടൽ ബോഡി പൊട്ടാസ്യം ഇവർക്ക് കുറയുന്നുണ്ട്. ഓസ്മോട്ടിക് ഡയൂറസിസ് വഴി അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് യൂറിനേഷൻ വഴിയായിട്ട് പൊട്ടാസ്യത്തെ നമ്മൾ പുറത്തേക്ക് കളയുന്നുമുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? DK എന്താണ്? ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്താണ്? ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണ്? എന്തുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസും ഡയബറ്റിക് കീറ്റോ അസിഡോട്ടിക് സ്റ്റേജും പേഷ്യൻസിന് ഉണ്ടാവുന്നത്? അതിന്റെ കോംപ്ലിക്കേഷൻസ്, പേഷ്യൻസിന്റെ പ്രസന്റേഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ പറയാണ്, ഈ പേഷ്യന്റ് ഞാൻ പറഞ്ഞു യൂഷ്വലി ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ സിവിയർലി ഡീഹൈഡ്രേറ്റഡ് ഫേസിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അസിഡിക് ഫേസിലായിരിക്കും ഇവര് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. അപ്പോൾ ഏറ്റവും വലിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തേക്കുക എന്തായിരിക്കണം? ഈ പേഷ്യന്റ് ഹൈപ്പോവോളിമിക് ഷോക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പം ഫ്ലൂയിഡ് തെറാപ്പി, ഫ്ലൂയിഡ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരെ സംബന്ധിച്ച്. ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് ഇവർ ആ ഒരു ഫേസിലായിരിക്കും. ഭയങ്കര നോസിയ, വോമിറ്റിങ്, പോളിയൂറിയ, ഇതെല്ലാം കൊണ്ട് ഇവർ ഏത് ഫേസിലായിരിക്കും? ഡീഹൈഡ്രേഷൻ ഫേസിലായിരിക്കും. ഫ്ലൂയിഡ് മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇവരെ സംബന്ധിച്ച്. പ്ലസ് ഇത് എന്താണ് ഇവർക്കുള്ള ബേസിക് ആയിട്ടുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം ഉണ്ടായത്? ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട്. ഇൻസുലിൻ മാനേജ്മെന്റ്, ഇൻസുലിൻ തെറാപ്പിയാണ് അടുത്ത ഏറ്റവും വലിയൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച്. ഫ്ലൂയിഡ് തെറാപ്പി, ഇൻസുലിൻ മാനേജ്മെന്റും കൊണ്ട് കണ്ടീഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ എപ്പോഴും ഓർത്തേക്ക് ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. കോംപ്ലിക്കേഷൻസ് ആയിരിക്കും എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷനും ഡയബറ്റിക് കീറ്റോസിഡോസിസ്, കുസുമൽ റെസ്പിറേഷൻസ് കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. അതിന്റെ ഇൻസുലിൻ മാനേജ്മെന്റ്, ഇൻസുലിന്റെ ഒരു നല്ല ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലേറ്റർ ഓൺ. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. എൻക്ലക്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാൻ ക്വസ്റ്റ്യൻസും റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ, അത് സ്റ്റുഡൻസിന് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ദ വീഡിയോ.